ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ ചായപ്പലഹാരമാണ്. കുറേ പേർക്കൊക്കെ ഈ റെസിപ്പി അറിയുന്നുണ്ടാകും. കാരണം നമ്മുടെയൊക്കെ അമ്മമാർ വൈകുന്നേരങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുന്ന ഒരു പലഹാരമാണിത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേര് എന്നൊന്നും പറയാനില്ല. സാധാരണ വീട്ടിലൊക്കെ പറയുന്നത് ആവിക്കൊഴിച്ചത് എന്നൊക്കെയാണ് പറയാറ്. ആവിയപ്പം എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇതിനെന്തെങ്കിലും സ്പെഷ്യൽ നെയിം ഏതെങ്കിലും സ്ഥലത്ത് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. വട്ടലപ്പം എന്ന് പറയുന്ന കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ. പച്ചരി നമ്മളിപ്പോൾ എടുക്കുന്നത് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ രാത്രി നമ്മൾ കുതിർത്തിയിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. കാരണം നന്നായിട്ട് കുതിർന്ന് കിട്ടുമ്പോഴാണ് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് പൊടിയരിയാണ് കേട്ടോ. സാധാരണ ഇത് ചോറ് വെക്കുന്ന അരി വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പൊടിയരി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് അരി എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പൊടിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൊടിയരി ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. സെയിം, അതായത് 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് അളവിൽ പൊടിയരി, പകുതി എന്നുള്ള കണക്കിലെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഒരു 7-8 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ശരിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ. ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിലൊക്കെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിത് കുറേ സമയം കുതിർത്തിയത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒത്തിരി മധുരം ചേർക്കാറില്ല. ഒരു ലൈറ്റ് മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഒത്തിരി സ്വീറ്റായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ശർക്കര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 അച്ച് ശർക്കരയെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് കുറച്ചായി ചേർത്തിട്ട് ബാറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാറ്റർ ലൂസാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയാണ് ഇതിലെ പ്രധാന 2 ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഒന്ന് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. അതിനനുസരിച്ച് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വളരെയധികം ഇതിന് രുചി കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട്, ഒത്തിരി പഴുത്ത് കുഴഞ്ഞ പഴം എടുക്കരുത്. അത്യാവശ്യം ഈ ഒരു ഇതിൽ വേണം, നല്ല മധുരമുള്ള പഴം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ പഴവും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ചേരുമ്പോഴുള്ളത്. ചെറുപഴം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രുചി കിട്ടില്ല. ഞാൻ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാരയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ അല്ലാതെ ഏലക്കപ്പൊടി ആയിട്ട് തന്നെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഇത് ബാറ്റർ നിങ്ങൾ ഒത്തിരി ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടത്തേ ഇല്ല. ഒട്ടും വേവാതെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇഡ്ഡലി പാത്രത്തിനകത്താണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ആവി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിനകത്തോട്ടേക്ക് വാഴയില ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ശരിക്കും പ്രസ് ചെയ്ത് വെക്കാനൊക്കെ കഴിയും. അപ്പോൾ വാഴ ഇലയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കണം. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്ലേറ്റിൽ ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. പക്ഷെ ഒട്ടും തന്നെ രണ്ടിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. ഈ വാഴ ഇലയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്റ്റ് രുചി കിട്ടുക. ഞാനിപ്പോൾ ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു റെസിപ്പി ആയിരുന്നു. പക്ഷേ വാഴയില കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും നാളായിട്ട് റെസിപ്പി ഷെയർ ചെയ്യാതിരുന്നത്. കാരണം ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ വാഴയിലയാണ്. അപ്പോൾ ആ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ വാഴയില ഇങ്ങനെ, നമ്മൾ കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തന്നെ ആവിക്കൊഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ആവിക്കൊഴിച്ചതെന്ന് തന്നെ പറയുന്നത്. ഷേപ്പിലൊന്നും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഇനി ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. 25 മിനിറ്റൊക്കെ ധാരാളമാണ്. അപ്പോൾ തന്നെ നല്ലതുപോലെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു കറക്റ്റ് 25 മിനിറ്റിനടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്ക് എങ്ങാണ്ട് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഉള്ളിൽ ഇങ്ങനെ ഒട്ടിപ്പോകുന്നത് പോലെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് ഞാനൊന്ന് കുത്തിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒന്നുമില്ല. നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം കേട്ടോ. സാധാരണ സ്ക്വയർ ഷേപ്പിലൊക്കെ, ഇതിന് ചില നാട്ടിൽ ഇഷ്ടിക എന്നൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. ഞങ്ങളുടെ അവിടെ സാധാരണ
സാധാരണ ആവിക്കൊഴിച്ചതെന്നാണ് പറയാറ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാനൊക്കെ ശരിക്കും ആവിയിൽ വേവിച്ചതാണ്. നമ്മൾ ഇതിനകത്ത് ശർക്കരയാണ് ഉപയോഗിച്ചത്, നേന്ത്രപ്പഴം എല്ലാം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നല്ലൊരു നാടൻ ചായ പലഹാരം തന്നെയാണ്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.